നമസ്കാരം നമസ്കാരം. ഇലക്ഷൻ കാലമൊന്നും അല്ലല്ലോ, പാർട്ടിയുടെ പ്രമുഖരെല്ലാരും കൂടെ. അല്ല അതെന്താ അറിയോ മനോജ് സാറേ, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്ത് വരുമ്പോ പാർട്ടിയിലെ പ്രധാനപ്പെട്ട എല്ലാവരും വേണല്ലോ. അപ്പൊ പിരിവാണല്ലേ? എത്രന്ന് വെച്ചാ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. അല്ല പിരിവെന്ന് പറയരുത്, പിരിവെന്ന് പറയരുത്. പിന്നെ ഇതിപ്പോ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഈ സഹകരണ സംഘം എന്ന് പറയുന്ന സംഗതി ഇപ്പൊ വളരെ കുറവാ. അപ്പൊ അത് നമ്മളെല്ലാരും കൂടെ അങ്ങനെ കൂടിയിട്ട് പാർട്ടിയുടെ ആളുകളൊക്കെ പാടെ കൂടി നമുക്ക് ഇവിടെ ഒരു സഹകരണ സംഘം സ്ഥാപിച്ചാലോ എന്നുള്ളതിന്റെ ഒരു ആലോചനയൊക്കെ നടക്കണ്ടായി. അപ്പൊ അതിന് നമ്മളൊരു ഫണ്ട് കളക്ഷൻ എന്നുള്ള നിലയ്ക്ക് അതിലേക്കൊരു ഷെയറിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പൊ. അതായത് ഒരു സ്ഥാപനം തുടങ്ങി പലിശക്ക് കൊടുക്കുക. പലിശ എന്നും പറയാൻ വയ്യാന്ന്, പിന്നെ പലിശ വേണ്ടേ എന്ന് ചോദിച്ചാൽ കിട്ടണം അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇല്ല ഒന്നുമില്ല. പലിശ അതായത് നമ്മളിപ്പോ നാട്ടില് ബന്ദ് മാറിയിട്ട് ഹർത്താലായി എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. അല്ല അങ്ങനെയല്ല, നമ്മളിപ്പോ ഇത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ഒക്കെ മേടിച്ച് തുടങ്ങും. പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ആവശ്യം വരുമല്ലോ, കല്യാണോ അല്ലെങ്കിൽ വാഹനം മേടിക്കലോ ഒക്കെ ആവുമ്പോ അവർക്ക് തന്നെ നമ്മൾ ഈ പൈസ അങ്ങ് വീതിച്ചു കൊടുക്കും. ഇപ്പൊ ചെറുതായാലും വലുതായാലും പലിശ പലിശ തന്നെയാണ്. അല്ല അത് പറയാൻ പറ്റുമോ? ഞാനൊന്നും അല്ലല്ലോ. അല്ല അപ്പൊ അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സൊസൈറ്റി തുടങ്ങാനുള്ള പരിപാടിയാണ്. നല്ലതാണ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞില്ലേ, നാടിന്റെ ഒരു വികസന കാര്യത്തിന് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ വീട്ടിൽ നിന്ന് 3 മെമ്പർഷിപ്പ് ഉണ്ട്. നല്ലൊരു തുക ഡെപ്പോസിറ്റ് ഞാൻ തരാം. ഒന്ന് പിടിച്ചേ. ആരാണ് കേൾക്കല്ലേ? അവിടെ എന്താ ജനറേറ്റർ ഓൺ ചെയ്തിട്ടുണ്ടാ നിങ്ങള്? ഇല്ല ഇല്ല, ഇപ്പൊ വരാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. ഞങ്ങള് പാർട്ടിക്കാരെല്ലാവരും കൂടി പിരിവിട്ടൊരു ബാങ്ക് തുടങ്ങാൻ പോവാണ്. അതെ ഇല്ല, ഞാൻ വരാന്നതാ മനോജ് സാറിന്റെ കുറച്ച് പിരിവെടുക്കാൻ വന്നാണ്. അങ്ങനൊന്നും പറയാൻ പാടില്ല. അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് വെക്കി. അതെ അവിടെ ജനറേറ്റർ ഓൺ ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. പിന്നെ മുതലാളി ഞങ്ങളോട് വരുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകൾ പറഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പൈസയും കിട്ടില്ല, അതൊക്കെ വെറുതെ അയാൾ ഇങ്ങനെ കാണിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, മുതലാളിയുടെ അടുത്ത് തന്നെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൈ അയഞ്ഞ് സഹായിക്കുന്നു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? വേറൊരു ഫൈനാൻസ് കമ്പനിക്ക് ഞാനൊരു ഡിപ്പോസിറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ നാട്ടിലെ വികസനം അല്ലേ, ആ ഡിപ്പോസിറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് അങ്ങ് തരും. അതാണ് ഞാൻ പറഞ്ഞില്ലേ സാറേ, നോക്ക് പൂത്ത കാശലിരിക്കുന്നത് എന്താ മേടിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോ കുറെ ജോലിക്കാരൊക്കെ വേണ്ടി വരുമില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുത്ത് ജോലി കൊടുക്കും. ആ കൂട്ടത്തില് ഇച്ചിരി പഠിപ്പും അറിവും വിവരമുള്ള ഒരാളെ ഞാൻ തരാം കേട്ടോ. അതാരാ? എന്റെ മോളെ M.Com കഴിഞ്ഞ് അക്കൗണ്ടിങ് എല്ലാം കഴിഞ്ഞ് ഇടിക്കുക കേട്ടോ. കണക്കെന്ന് പറഞ്ഞാൽ അവള് എന്റെ ഇവിടുത്തെ മുഴുവൻ കണക്ക് അവളാ നോക്കണം. പിന്നെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് നോക്കാം. പിന്നെ എന്റെ ഇവിടെ നോക്കണോണ്ട് തന്നെ അവിടെ കൂടെ ജോലി ചെയ്താൽ എനിക്ക് എളുപ്പമാണ്. അത് കുഴപ്പമില്ല മുതലാളി, നമ്മളെന്തായാലും ഈ സൊസൈറ്റി കൂടിയിട്ട് ഫസ്റ്റ് മീറ്റിംഗ് കൂടുമല്ലോ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാൻ തരാന്ന് പറഞ്ഞത് തരും, അത് ഓക്കെയാണ്. അയാളുടെ മോൾക്ക് ജോലി കൊടുക്കാൻ പോവാണ് നിങ്ങള്? ജോലി പിന്നില്ലേ, ആദ്യം ആ ഫണ്ട് ഇങ്ങോട്ട് വരട്ടെ. അല്ല ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് അതാണ്. ഹലോ ഇനി ഇവിടെ ഞാന് നിനക്ക് ഞങ്ങളിതാ പിരിവിന് മനോജ് സാറിന്റെ അവിടെ നിൽക്കാണ്. നിനക്ക് ഡെപ്പോസിറ്റ് കിട്ടിയാ? 2 കിട്ടിയാ? അതെ ശരി ശരി ശരി. അതെ നോക്ക്, ഞാനിക്ക് 2 ഡെപ്പോസിറ്റ് കിട്ടിയത്. അവൻ എടുക്കാനാണേ. ഞാനും പോട്ടെ, ഞാൻ വേറെ ഡെപ്പോസിറ്റ് ആക്കാന്. ചെയ്തൊന്നും മിണ്ടാതെ നിക്കി. സത്യയുടെ ഈ വകതിരിവില്ലാത്തവരെ പാർട്ടിന്ന് പുറത്താക്കാൻ പറ്റൂ. ഇറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയിൽ ഒരാളുണ്ടാവില്ല, ഒക്കെ പിരിച്ചോണ്ട്. ഞാൻ വിചാരിച്ചാലല്ല എന്തും നടക്കും. എനിക്ക് അത്ര മാത്രം പവർ ഇവിടെ ഉണ്ട്, അതറിയാലോ. എനിക്ക് വിശ്വാസം. സുമേഷ് ഏട്ടാ, നിങ്ങൾ ഈ പാർട്ടിയുടെ തലമൂത്ത നേതാവായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഒന്നും വരണ്ട. അല്ല ഞാൻ ഈ ഇതിനായിട്ട് സംസാരിച്ചോണ്ട് 9 മണിക്ക് അവിടെ പാർട്ടി ഓഫീസിൽ വരാൻ പറഞ്ഞല്ലേ? ഒന്നാണ് വേഗം പറഞ്ഞു, കുറെ വീട് കൂടി പോകണ്ട. അങ്ങനെ ഇതിനെക്കാട്ട് സംസാരിക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോലെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതിന്റെ കാര്യം പറഞ്ഞാണ്, സാമ്പത്തിക കാര്യം പറഞ്ഞതാണ്. എന്ത് സാമ്പത്തിക കാര്യം? കുടുംബശ്രീയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ ബാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി കുടുംബശ്രീയിലുണ്ടാ? ഇല്ല. അന്ന പോയിക്കോ.
അതെ കുടുംബശ്രീയുടെ ഹലോ ഇവിടെ കുടുംബശ്രീയുടെ CDS മീറ്റിംഗ് വിളിക്കൂലേ? ഉവ്വ. അപ്പൊ അതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. അല്ല അപ്പൊ അത് എന്റെ സുമേഷേട്ട വെറുതെ അല്ല നിങ്ങളൊന്നും പാർട്ടിയിൽ ഗതി പിടിക്കാത്തത്. എത്ര കാലം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ സ്വപ്നാണ്. അറിയോ നിങ്ങക്ക്? എന്റെ സ്വപ്നമാണ്. അപ്പൊ അതിനുവേണ്ടി നടക്കുക. നിങ്ങൾ വല്ലയിടത്ത് നടന്നിട്ടാ കാര്യം നടക്കണോ അല്ലേ? മര്യാദ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കൂട്ടാ. നടന്നേ അങ്ങോട്ട്. ഞാനങ്ങോട്ട് വീട്ടിൽ കൊണ്ടാക്കണോ? ഞാൻ വീട്ടിൽ കൊണ്ടാക്കണം. പല്ലും കൂടി പോയി എന്നിട്ട് സ്വഭാവം മാറ്റിയില്ല. പാർട്ടിന്ന് പറഞ്ഞ് ഇറങ്ങും, എന്നിട്ട് അവിടെ ഇവിടെ പഞ്ചാരടിച്ച് നടക്കാൻ വേണ്ടിട്ട്. കൊതുകടിയുണ്ട് പിരിവെടുക്കാൻ നടന്നതല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾക്ക് അവർ സംസാരിക്കും. നമുക്കെന്ത് ഗുണമാണ് ഇവിടെ? നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ട് മുഖറൊക്കെ വീർപ്പിച്ചിരുന്നിട്ട് എന്താ കാര്യം? വളരെ സന്തോഷിക്കേണ്ട ഒരു ദിവസമല്ലേ ഇന്ന്? ശരിയാണ്, നിങ്ങൾക്കൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പൊട്ടിച്ചിരിക്കാൻ. അതെ, നമ്മുടെ പാർട്ടിയുടെ വളരെ കാലത്തെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരു സഹകരണ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലി ഉണ്ടാവുന്നു. അതിന്റെ ഒരു കാര്യം പറഞ്ഞാലേ ഇതിന് പിന്നാലെ നടന്നത്. അല്ലേ ശീതളൻ, നമ്മൾ കാലെടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. കാലെടുത്ത് വെക്കുമ്പോൾ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സാ. എന്റെ അത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഇയാളെ ഇങ്ങനെ ഇവിടെ കയറ്റിയിരുത്തിയത് നിങ്ങള്? മണ്ടോദരി, നിങ്ങളുടെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നതല്ലേ. നിങ്ങൾക്ക് ജോലിയുണ്ട്, പിന്നെന്താണ് പ്രശ്നം? എവിടെ ജോലിയുണ്ട്? എവിടെ ജോലിയുണ്ടെന്ന് പറയണേ. അതെ, കിട്ടും, തരുമല്ലോ, അവർ തരാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ആരുടെ ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല. ഒന്ന് സൈലന്റ് ആയിരിക്കും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാതെ നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കുന്നേ ഉള്ളൂ. നമുക്ക് തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിനാണല്ലോ നമ്മൾ ബോർഡ് മീറ്റിംഗ് കൂടുന്നത്. അതെ, നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇനി ഇങ്ങനെയുള്ള മീറ്റിംഗ്, ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കസേര എനിക്കിവിടെ അവിടെ തരണം. കസേരയുടെ പൈസ ഞാൻ തരാം. എനിക്ക് കച്ചവടങ്ങളെ കൂട്ടത്തിരിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ. ഞങ്ങള് ലക്ഷക്കണക്കിന് ഉറുപ്പികൾ പിരിച്ചു സുമേഷേട്ടാ, അത് എല്ലാവർക്കും അറിയാം. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തല്ല, അറിയാലോ. നമ്മൾ ബോർഡ് മീറ്റിംഗ് ഈ പ്യാരിക്ക് ജോലി കൊടുത്തതിന്റെ മാനദണ്ഡം എന്താണ്? അത് പറയും. ബോർഡ് മീറ്റിംഗ് ആരംഭിക്കുന്നുള്ളൂ. ഇനി കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മെമ്പർമാരെ, നമ്മളെല്ലാവരും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സത്യശീലൻ അവർ നിങ്ങളോട് സംസാരിക്കും. ഒന്ന് കൈയെങ്കിലും അടിക്കും. പ്രസിഡന്റ് അല്ലേ? അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ എല്ലാ ആളുകളുടെയും വളരെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ബാങ്ക് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിന്റെ മുകളിൽ നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇത് തുടങ്ങാനായത്. മറിമായം